കേരളത്തിന്മേൽ കേന്ദ്ര സർക്കാർ കനത്ത സാമ്പത്തിക പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. അർഹമായ ഫണ്ടുകളൊന്നും കേരളത്തിന് അനുവദിച്ചു കൊടുക്കുന്നില്ല. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? സാധാരണ ജനങ്ങളെന്ന ഊന്നി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങൾ കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഉപരോധത്തെ ശക്തമായി ജനങ്ങൾ ഒന്നടങ്കം ഈ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിന്നതിനെ ഞങ്ങളും ശക്തമായി പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങൾ എല്ലാ സാധാരണ ജനങ്ങൾ ഈ ഉപരോധത്തിനൊപ്പം സപ്പോർട്ട് ചെയ്യും. തുടർന്നുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ശക്തമായി ഞങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിന് പിന്തുണ നൽകും. അത് സത്യസന്ധമായ കാര്യമാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഈ ഓരോ മേഖലയിലെടുത്താലും ആ ഒരു സാമ്പത്തിക ഉപരോധത്തെ കടത്തിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഈ ഗവൺമെൻറ് ഇവിടുത്തെ നമ്മുടെ മേഖലയിലുള്ള നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ടാക്സുകൾ ഉൾപ്പെടെ മാക്സിമം പിരിച്ചുകൊണ്ടാണ് ഈ ഒരു ഉപരോധത്തെ നമ്മൾ അതിജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നു കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാന വികസന പാതയിലേക്ക് നമ്മുടെ കേരള ഗവൺമെൻറ് എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപരോധം അതിജീവിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് പറയാനുള്ളത്. ഈ ഉപരോധത്തിനെതിരെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് സമരം നടത്തുമ്പോഴും ഒരു ഉറച്ച ശബ്ദമായി മാറാൻ UDFന് സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? UDF എന്ന് പറയുന്നത് ഈ BJP ഗവൺമെൻറ്റിൻ്റെ അതേ നയം തന്നെയാണ് ഈ UDF ഗവൺമെൻറ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ മാത്രം തന്നെയാണ്, പൂർണ്ണമായും രണ്ട് വശങ്ങൾ തന്നെയാണ് BJPയും UDFും. അവർക്ക് ഈ UDF എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജയിച്ച് ഇത്രയും പേര് പോയിട്ട് പോലും ഒരു ശബ്ദം ഉയർത്താൻ പോലും ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ പോലും UDF പ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹം ഈ UDF ഗവൺമെൻറ്റുണ്ട്. കൂടുതൽ നമ്മുടെ ഈ പ്രവർത്തനം, വികസന പ്രവർത്തനമായാലും ക്ഷേമ പ്രവർത്തനമായാലും ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകരുതെന്നുള്ള ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ആഗ്രഹം ഉള്ളതുപോലെയാണ് UDF പ്രവർത്തകരുടെ അല്ലെങ്കിൽ MP-മാരുടെ MLA-മാരുടെ ഒക്കെ പ്രവർത്തനം നമുക്ക് സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ നോക്കി കാണാൻ കഴിയുന്നത്.